One small step for man, one giant leap for mankind. ഇതൊരു മനുഷ്യൻ്റെ ചെറിയ ചുവടുവയ്പ്. പക്ഷേ മനുഷ്യരാശിക്ക് ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. 1969 ജൂലൈ 21 ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകളാണിത്. നീൽ ആംസ്ട്രോങ്ങിനെ കൂടാതെ എഡ്വിൻ ബസ് ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരും ആ യാത്രയിൽ പങ്കാളികളായിരുന്നു. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം രണ്ടാമനായി ചന്ദ്രനിൽ കാലുകുത്തിയത് എഡ്വിൻ ബസ് ആൽഡ്രിൻ ആണ്. ഈ സമയം ഇവരെ ചന്ദ്രനിൽ എത്തിച്ച നിയന്ത്രണ പേടകമായ കൊളംബിയയുടെ പൈലറ്റ് മൈക്കൽ കോളിൻസ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയില്ല. ചന്ദ്രോപരിതലത്തിൽ പ്രശാന്ത സമുദ്രം എന്ന് പേരിട്ട ഒരു സ്ഥലത്ത് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിനും 21 മണിക്കൂർ 31 മിനിറ്റ് ചെലവിട്ടു. രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ ചന്ദ്രോപരിതലത്തിൽ കാറ്റോ മഴയോ അന്തരീക്ഷമോ ഇല്ലാത്തതിനാൽ 50 വർഷങ്ങൾക്ക് മുമ്പ് അവർ പതിപ്പിച്ച കാൽപ്പാടുകൾ ഇന്നും അവിടെയുണ്ടത്രേ. ഇനി അത് പോകണമെങ്കിൽ ആരെങ്കിലും അവിടെ പോയി അത് മായ്ച്ചു കളയണം. ചന്ദ്രോപരിതലത്തിൽ ഭൂഗുരുത്വാകർഷണ ബലം ഭൂമിയിലുള്ളതിനേക്കാൾ വളരെ കുറവാണ്, ഏതാണ്ട് 1/6 മാത്രം. അതായത് ഇവിടെ 30 കിലോ ഭാരമുള്ള ഒരു കുട്ടി അവിടെ ചെന്നാൽ വെറും 5 കിലോ ആയി മാറും. ഭൂഗുരുത്വാകർഷണ ബലം കുറവായതിനാൽ നമുക്കവിടെ ചെറുതായി പറന്ന് നടക്കാനും സാധിക്കും. ചെറിയൊരു ചാട്ടം തന്നെ വളരെ വലുതായിരിക്കും. 2, 1, 0, all engines running. ചാന്ദ്രയാൻ. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ബഹിരാകാശ പേടകങ്ങളാണ് ചാന്ദ്രയാൻ. ഇതിൽ ചാന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ആർക്കും ഇന്നുവരെ ഇറങ്ങാൻ കഴിയാത്ത ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങി ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു. ചന്ദ്രനിൽ ആദ്യമായി ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതും ഇന്ത്യയുടെ ചാന്ദ്രയാൻ ദൗത്യമാണ്. കളിസ്ഥലമായി മാറിയ ചന്ദ്രൻ. ചന്ദ്രനിൽ വെച്ച് കളിച്ച ഒരേ ഒരു കളി അത് ഗോൾഫാണ്. 1971 അപ്പോളോ 14 ദൗത്യത്തിനിടെ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ അലൻ ഷെപ്പേർഡ് ചന്ദ്രോപരിതലത്തിൽ വെച്ച് ഒരു ഗോൾഫ് പന്ത് അടിച്ചു പറത്തി. അന്തരീക്ഷമില്ലാത്തതിനാൽ ആ പന്ത് വളരെ ദൂരേക്ക് പറന്നുപോയി. ചാന്ദ്ര ദൗത്യങ്ങൾ കേവലം ഒരു ഉപഗ്രഹത്തിലേക്ക് മനുഷ്യൻ നടത്തുന്ന യാത്രകൾ മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക രംഗത്തും മനുഷ്യരാശിയുടെ ഭാവിയിലും വളരെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഓരോ ചാന്ദ്ര ദൗത്യവും. അവയുടെ പ്രധാന പ്രാധാന്യങ്ങൾ: പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനം. ഭൂമിയെ അപേക്ഷിച്ച് ചന്ദ്രനിൽ കാറ്റോ മഴയോ അന്തരീക്ഷമോ അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് വർഷങ്ങളായി വലിയ മാറ്റങ്ങളില്ലാതെ പ്രപഞ്ചത്തിൻ്റെ ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെ ചന്ദ്രൻ നിലകൊള്ളുന്നു. ചന്ദ്രനിലെ പാറകളും മണ്ണും പഠിക്കുന്നതിലൂടെ ഭൂമിയുടെ സൗരയൂഥത്തിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കും. പുതിയ സാങ്കേതിക വിദ്യകളുടെ വികസനം. ചാന്ദ്ര ദൗത്യങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പരോക്ഷമായി നമ്മുടെ ജീവിതത്തെയും മെച്ചപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് മികച്ച കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ, ജലശുദ്ധീകരണ സംവിധാനങ്ങൾ, ഭാരം കുറഞ്ഞതും ശക്തവുമായ സാമഗ്രികൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ബഹിരാകാശ ഗവേഷണങ്ങളുടെ ഫലമായി വികസിച്ചു വരുന്നവയാണ്. ഇന്ധന ഊർജ സ്രോതസ്സുകളുടെ കണ്ടെത്തൽ. ഭാവിയിൽ ഭൂമിയിലെ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ ചന്ദ്രൻ സഹായിച്ചേക്കാം. ചന്ദ്രോപരിതലത്തിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ഹീലിയം 3 എന്ന മൂലകം ആണവ സംയോജനത്തിലൂടെ
വലിയ അളവിൽ മലിനീകരണമില്ലാത്ത ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ഭാവി ബഹിരാകാശ യാത്രകളുടെ താവളം. മനുഷ്യന് ചൊവ്വയിലേക്കോ മറ്റ് ഗ്രഹങ്ങളിലേക്കോ ദീർഘദൂര യാത്രകൾ നടത്തണമെങ്കിൽ ചന്ദ്രനെ ഒരു ഇടത്താവളമായി ഉപയോഗിക്കാം. ഭൂമിയേക്കാൾ ഭൂഗുരുത്വാകർഷണം വളരെ കുറവായതിനാൽ ചന്ദ്രനിൽ നിന്നും റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കുറഞ്ഞ ഇന്ധനം മതിയാകും. ചന്ദ്രനിൽ മനുഷ്യ കോളനികൾ സ്ഥാപിച്ച് അവിടെയുള്ള ഐസ് ഉരുക്കി വെള്ളവും അതിൽ നിന്ന് റോക്കറ്റിന് ആവശ്യമായ ഓക്സിജനും ഹൈഡ്രജനും നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ആഗോള സഹകരണവും രാജ്യങ്ങളുടെ പ്രതിഭയും. ചാന്ദ്രദൗത്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായ കരുത്തിൻ്റെ തെളിവാണ്. ഇന്ത്യയുടെ ചാന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയത് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തി. അതോടൊപ്പം നാസയുടെ ആർടെമിസ് പോലുള്ള ദൗത്യങ്ങൾ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ശാസ്ത്രീയ സഹകരണത്തിന് വഴി തുറക്കുന്നു. ചുരുക്കത്തിൽ ചന്ദ്രനെ കീഴടക്കുക എന്നത് ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചുവടുവയ്പ്പാണ്.